ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. ഓക്കെ, നമ്മുടെ ഇസ്ലാമിലെ ബലി സത്യയും മിഥ്യയും എന്ന വിഷയത്തിൽ വിഷയാവതരണത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ ബഹുമാനായ ചാക്കോ പാസ്റ്റർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ പറഞ്ഞത് കേൾക്കാമല്ലോ? കേൾക്കാം. ആമേൻ. കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ ഞങ്ങളുടെ അഭിവാദനങ്ങളെ അർപ്പിച്ചുകൊള്ളുന്നു. ഇസ്ലാമിലെ ബലി എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. വാസ്തവത്തിൽ ആ ബലി എന്ന് പറയുമ്പോൾ ഇബ്രാഹീമുമായിട്ടാണ് ആ ബലി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഇബ്രാഹീമിനെ കുറിച്ചു ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ക്രൈസ്തവരിൽ പോലും വലിയൊരു ഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് വിശുദ്ധ ബൈബിളിലൂടെ വെളിപ്പെടുന്ന അബ്രഹാം തന്നെയാണ് ഇബ്രാഹിം എന്ന ഒരു ധാരണ ക്രൈസ്തവർക്കുള്ളത് കൊണ്ട് എന്റെ വിഷയാവതരണത്തിന്റെ പ്രാരംഭത്തിൽ വിശുദ്ധ ബൈബിളിലൂടെ വെളിപ്പെടുന്ന അബ്രഹാമിനെ ഒന്ന് വേർതിരിച്ച് കാണിച്ചതിന് ശേഷം ഇസ്ലാമിലെ ഇബ്രാഹിം നബിയെ ഒന്ന് കാണിക്കും. അത് ഒരു കെട്ടുകഥയാണെന്ന് ഇസ്ലാം മത പണ്ഡിതന്മാരുടെ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ തെളിയിക്കും. എന്റെ സ്വന്തമായ അഭിപ്രായമല്ല. ഇസ്ലാമിൽ പറയുന്നതായ ഇബ്രാഹിം നബി, അതിനു മുമ്പുള്ള നബിമാരൊക്കെ കെട്ടുകഥകളാണെന്ന്, ഐതിഹ്യങ്ങളിൽ പെട്ടതാണെന്ന്, ചരിത്രപരത ഇല്ല എന്നുള്ളതായ വസ്തുത ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചിവിടെ തെളിയിക്കും. അതിനുശേഷം ഇസ്ലാമിലെ ബലിയുടെ നിരർത്ഥകത അല്ലെങ്കിൽ പൊള്ളത്തരം, അതിലെ വൈരുദ്ധ്യം അത് ചൂണ്ടിക്കാണിച്ചിട്ട് സാക്ഷാൽ ബലിയായി തീർന്ന ക്രിസ്തുവിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കും. അതുവരെ ദയവായി എല്ലാവരും ഈ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പ്രാരംഭത്തിൽ ബൈബിളിലെ അബ്രഹാം, ഇവിടെ ഞാൻ പറയാൻ കാരണം ഇത് രണ്ടും ഒരാളാണെന്നുള്ളൊരു ധാരണ ഇപ്പോഴും ക്രൈസ്തവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ആ ധാരണ ഇന്ന് മാറണം. യഹൂദന്മാരും ക്രൈസ്തവരും ആദരപൂർവ്വം സ്മരിക്കുന്ന നാമമാണ് അബ്രഹാം. BC 2000 ജീവിച്ചിരുന്ന അബ്രഹാം ഇസ്രായേൽ ജനതയുടെ പൂർവ്വപിതാവാണ്. അദ്ദേഹത്തിന്റെ ആദ്യ പേര് അബ്രാം എന്നായിരുന്നു. സർവശക്തനായ ദൈവമാണ് പ്രസ്തുത പേരിനോട് ഒരക്ഷരം കൂടെ ചേർത്ത് അബ്രഹാം എന്നാക്കിയത്. തിരുവചനം വളരെ കൃത്യമായി പറയുന്നു, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 17:4-5 വാക്യങ്ങളിൽ അത് കാണുന്നു. അബ്രഹാം എന്ന പേരിന്റെ അർത്ഥം ബഹുജാതികൾക്ക് പിതാവ് എന്നാണ്. ഇസ്രായേൽ ജനതയുടെ പിതാവ് എന്ന നിലയിലും വിശ്വാസികളുടെ പിതാവ് എന്ന നിലയിലും അബ്രഹാം വിശുദ്ധ തിരുവെഴുത്തുകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതികളിൽ ഇസ്രായേൽ ജനത ഭൗതിക സന്തതികളും ക്രൈസ്തവർ ആത്മീയ സന്തതികളുമാണ്. ഒന്നുകൂടെ പറയുന്നു, അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതികളിൽ ഇസ്രായേൽ ജനത ഭൗതിക സന്തതികളാണ്. അതായത് ഇസ്രായേൽ മക്കളുടെ വല്യപ്പനാണ് അബ്രഹാം. തിരുവെഴുത്ത് വളരെ കൃത്യമായി പറഞ്ഞു, യോഹന്നാൻ 8:53, ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ എന്നാണ് യഹൂദന്മാരുടെ ചോദ്യം. അടുത്തത്, അപ്പോൾ തന്നെ ക്രൈസ്തവർക്ക് അബ്രഹാമുമായിട്ടുള്ള ബന്ധം ആത്മീയമാണ്. അബ്രഹാമിന്റെ ആത്മീക സന്തതികളാണ് ക്രൈസ്തവർ. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. റോമാലേഖനം 4:17 പൗലോസ്ലീഹ പറയുകയാണ്, ആരാണ് അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. വീണ്ടും പൗലോസ്ലീഹ ഗലാത്യലേഖനം 3:6-7 വാക്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിയുവിൻ. അപ്പം നമ്മൾ ക്രൈസ്തവരായ നമ്മളും അബ്രഹാമുമായിട്ടുള്ള ബന്ധം ആത്മീക ബന്ധമാണ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അബ്രഹാമിന്റെ സ്വദേശം കൽദയരുടെ പട്ടണമായ ഊർ ആകുന്നു എന്ന് ബൈബിൾ വളരെ കൃത്യമായി പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 11:31. ദൈവം അദ്ദേഹത്തെ അവിടെ നിന്ന് വിളിച്ച് വേർതിരിച്ചു എന്ന് ഉൽപ്പത്തി 12:1 പറയുന്നു. ഞാൻ ഈ റെഫറൻസ് മാത്രമാണ് പറയുന്നത്, നിങ്ങൾക്ക് കുറിച്ച് വെക്കാം. അടുത്തത് ഉൽപ്പത്തി പുസ്തകം 11:26 മുതൽ 25:10 വരെയുള്ള വചനങ്ങളിൽ അബ്രഹാമിന്റെ ജീവചരിത്രം പരിശുദ്ധാത്മാവ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നതും 16 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ അബ്രഹാമിന്റെ വിശ്വാസം ദൃഢമാക്കപ്പെടുന്നതും
20 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ അബ്രഹാമിന്റെ വിശ്വാസത്തിലെ പൂർത്തീകരണവും നമുക്ക് ദർശിക്കാവുന്നതാണ്. തന്നെയുമല്ല, ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന നാമത്തിലും തിരുവചനം അബ്രഹാമിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. 2 ദിനവൃത്താന്ത പുസ്തകം 20:7, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:8, യാക്കോബിന്റെ ലേഖനം 2:21. ശ്രദ്ധിക്കണം, പുതിയ നിയമത്തിൽ 74 പ്രാവശ്യം അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 1:1. ശ്രദ്ധിക്കണം, ദീർഘകാലം ദൈവത്തിന്റെ ദാസനായി ജീവിച്ച അബ്രഹാം 175-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. തിരുവചനം വളരെ കൃത്യമായി പറയുന്നു, അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടുമരിച്ചു. തന്റെ ജനത്തോട് ചേർന്നു. അവന്റെ പുത്രന്മാരായ ഇസ്ഹാക്കും ഇസ്മേലും കൂടി മമ്രക്കരികെ സോഹരിന്റെ മകനായ എഫ്രോൻ എന്ന ഹിത്യന്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 25:8-9 വാക്യങ്ങളാണ് വായിച്ചത്. അപ്പം അബ്രഹാമിന്റെ സ്വദേശം, ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കുടുംബം, വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിന്റെ ജനനം, ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുവാൻ കൊണ്ടുപോകുന്നത്, ഇസ്ഹാക്കിനെയും കൊണ്ട് മടങ്ങി വരുന്നത്, അബ്രഹാം യാത്ര ചെയ്ത സ്ഥലങ്ങൾ, അദ്ദേഹത്തിന്റെ മരണം, അബ്രഹാമിന്റെ അടക്കം, അടക്കിയ സ്ഥലം എന്നിത്യാദി കാര്യങ്ങൾ കൃത്യമായി ഉൽപ്പത്തി പുസ്തകം 11:26 മുതൽ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം വരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായോ? അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് അബ്രഹാമിന്റെ ആ ലഘുചരിത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതാ ഞാൻ ഒന്നും കൂടെ പറയുന്നു, അബ്രഹാമിന്റെ സ്വദേശവും ദൈവം അദ്ദേഹത്തെ വിളിച്ച് വേർതിരിക്കുന്നതും, അദ്ദേഹത്തിന്റെ കുടുംബവും, വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിന്റെ ജനനവും, ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നതും, ഇസ്ഹാക്കിനെ കൊണ്ട് തിരിച്ചു മടങ്ങി വരുന്നതും, അബ്രഹാം യാത്ര ചെയ്ത സ്ഥലങ്ങളും, അബ്രഹാമിന്റെ മരണവും, അബ്രഹാമിന്റെ അടക്കവും, അടക്കിയ സ്ഥലവും വളരെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 25-ാം അധ്യായം വരെ വായിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ആ ഭാഗം കൂടിയാണ്. അടുത്തത് ഇസ്ലാമിലെ ഇബ്രാഹിം നബിയാണ്. ശ്രദ്ധിക്കണം, ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ കാണുന്ന ഇബ്രാഹീമും വിശുദ്ധ ബൈബിളിൽ പറയുന്ന അബ്രഹാമും ഒരാൾ തന്നെയാണ് എന്നുള്ള വിശ്വാസം ക്രൈസ്തവരിൽ മിക്കവർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം മത പണ്ഡിതന്മാരുടെ പ്രചരണത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള വിശ്വാസം ക്രൈസ്തവരിലേക്ക് പ്രവേശിച്ചത്. CN അഹമ്മദ് മൗലവിയുടെ ഒരു വ്യാഖ്യാനം ഞാൻ വായിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ ഖുർആൻ വാള്യം 1 പേജ് 77, CN അഹമ്മദ് മൗലവി, നാഷണൽ ബുക്ക് സ്റ്റാൾ, കോട്ടയം. അവിടെ നിന്നാണ് ഞാൻ ആ ഗ്രന്ഥത്തിലാണ് വായിക്കുന്നത്. ശ്രദ്ധിക്കണം, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സർവരാലും ആദരിക്കപ്പെടുന്ന ഒരു മഹോന്നത നേതാവാണ് അദ്ദേഹം. ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഈ 3 വിഭാഗക്കാർ ലോകത്തിലെ 3 പ്രധാന മതസ്ഥരാണല്ലോ. ഈ 3 വിഭാഗക്കാരുടെയും പൂർവ്വപിതാവാണ് ഹസ്രത്ത് ഇബ്രാഹിം. ഈ അറബികൾ ഇസ്മായിൽ നബിയുടെ സന്താനങ്ങൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇസ്ഹാക്ക് നബിയുടെ സന്താനങ്ങളും. കേട്ടോ, ഇതാണ് വ്യാഖ്യാനം പറയുന്നത്. മൗലവിയുടെ ഈ വ്യാഖ്യാനം വസ്തുതകളുമായിട്ട് പൊരുത്തപ്പെടാതെ തെറ്റിദ്ധാരണ മാത്രം പരത്തുന്നവയാണ്. ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളും ഇബ്രാഹിം, അബ്രഹാം എന്നീ പേരുകളിലുള്ള സമാനതയും കൂടി ആകുമ്പോൾ ക്രൈസ്തവരിൽ ഒരു വലിയ ഭൂരിപക്ഷം ആളുകളും പറയുന്നത് എന്താണ്? ഇബ്രാഹീമും അബ്രഹാമും ഒരാൾ തന്നെയാകുന്നു എന്നാണ്. എന്നാൽ ഇബ്രാഹീമും അബ്രഹാമും ഒരാൾ തന്നെയാണോ എന്നറിയണമെങ്കിൽ വിശുദ്ധ ബൈബിളും ഇസ്ലാമിക മതഗ്രന്ഥങ്ങളും പരിശോധിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ വസ്തുത കണ്ടെത്തുവാനായിട്ട് കഴിയും. അതാണ് ഞാൻ ചുരുക്കമായി ഇവിടെ പറയാനായിട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അബ്രഹാമിന്റെ ജീവചരിത്രം വിശുദ്ധ ബൈബിളിൽ വിവരിക്കുന്നത് പോലെ ഇബ്രാഹിം നബിയുടെ ജീവചരിത്രം ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ ഒരിടത്തും വിവരിക്കുന്നില്ല. ഞാൻ ഒന്നും കൂടെ പറയുന്നു, അബ്രഹാമിന്റെ ജീവചരിത്രം വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 25-ാം അധ്യായം വരെ വിവരിക്കുന്നത് പോലെ, കൃത്യമായി വിവരിക്കുന്നത് പോലെ ഇസ്ലാമിലെ ഇബ്രാഹിം നബിയുടെ ജീവചരിത്രം ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ ഒരിടത്തും വിവരിക്കുന്നില്ല. ഇബ്രാഹിം നബി ഏത് സ്ഥലത്ത് ജനിച്ചു, അദ്ദേഹം ഏത് ദേശത്ത് ജീവിച്ചു, ഏത് സ്ഥലത്ത് പ്രബോധനം നൽകി, എവിടെ അദ്ദേഹം മരിച്ചു, എവിടെ മറവ് ചെയ്തു എന്നിത്യാദി ചോദ്യങ്ങൾക്കൊന്നിനും ഖുർആൻ എന്ന ഗ്രന്ഥത്തിലോ ഹദീസ് ഗ്രന്ഥങ്ങളിലോ ഒരു മറുപടി ലഭിക്കുകയില്ല എന്നാണ് വസ്തുത. ഇബ്രാഹിമിന്റെ മാത്രം പ്രശ്നമല്ല ഇത്.
ഇസ്ലാമിലെ പല നബിമാരുടെയും ചരിത്രപരത കണ്ടെത്താൻ കഴിയുകയില്ലെന്ന് ഇസ്ലാമിക മതപണ്ഡിതന്മാർ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഇസ്ലാമിലെ നബിമാരുടെ കഥകള് കേവലം ഐതിഹ്യമോ കെട്ടുകഥയോ ആണെന്ന് ഈ പണ്ഡിതന്മാർ പറയുന്നതായ ചില ഉദ്ധരണികൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇവര് പറയുന്നത് എന്താണ്? ഇസ്ലാമിലെ നബിമാരുടെ ചരിത്രത്തിൽ ചരിത്രപരതയില്ല. ഈ ഖുർആൻ മലയാള ഭാഷയിൽ ആദ്യമായി സമ്പൂർണ്ണ പരിഭാഷ തയ്യാറാക്കിയത് CN അഹമ്മദ് മൗലവിയ. 1961 ഖുർആന്റെ മലയാള പരിഭാഷ പുറത്തു വരുന്നത്. അദ്ദേഹം പറയുന്നത് ഖുർആനിലെ പല നബിമാരും കെട്ടുകഥകളോ ഐതിഹ്യങ്ങളോ ആണെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? ചില നബിമാരെ കുറിച്ച് CN അഹമ്മദ് മൗലവി പറയുന്നത് അദ്ദേഹത്തിന്റെ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ വോള്യം 1 പേജ് 71 അദ്ദേഹം പറയുന്നത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതിന് ശേഷം ഇബ്രാഹിമിലേക്ക് കിടക്കാം. ഇതെന്തിനാ പറയുന്നത് ചോദിച്ചാൽ, ചരിത്രപരത ഇല്ലാത്ത ഒരു ചങ്ങാതിയാണ് ഈ ഇസ്ലാമിൽ കിടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ ബന്ധിപ്പിക്കാനൊക്കത്തില്ല. അദ്ദേഹം അവിടെ നടത്തിയെന്ന് പറയുന്ന ബലിയും കെട്ടുകഥയാണെന്ന് സ്ഥാപിക്കാനായിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം CN അഹമ്മദ് മൗലവി ഇസ്ലാമിലെ പ്രവാചകന്മാരിൽ ഒന്നാമത്തെ ആളായ ആദം നബി എന്ന് പറയുന്ന ആദമിനെ കുറിച്ച് CN അഹമ്മദ് മൗലവി അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഖുർആൻ വിവരണം, പരിശുദ്ധ ഖുർആൻ വോള്യം 1 പേജ് 71 അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആദം ആദ്യ പിതാവും പ്രവാചകനുമാണെന്ന ഭൂരിപക്ഷത്തിന്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ചരിത്രം പരിചയപ്പെടുത്തുക നമുക്ക് സാധ്യമല്ല. കാരണം ചില കെട്ടുകഥകളും ഐതിഹ്യങ്ങളും അല്ലാതെ പ്രമാണയോഗ്യമായ തെളിവുകളോ ചരിത്രമോ നമ്മുടെ മുമ്പിലില്ല. നമുക്കത് കിട്ടുക സാധ്യവുമല്ല. അല്പം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യരാശിയുടെ ആദ്യ പിതാവിനും നമുക്കും ഇടയിലുള്ള ബന്ധം എത്ര വിദൂരം. ഒരെത്തും പിടിയും കിട്ടാത്ത ആ അതിവിദൂര ലോകത്തേക്ക് നാം അങ്ങനെ കണ്ണോടിക്കും? എങ്ങനെ കൈനീട്ടും? ഒന്നും സാധ്യമല്ല. ഖുറാനോ നബിയോ മുഖേന നമുക്ക് വല്ല അറിവും ലഭിച്ചെങ്കിൽ അത് വിശ്വസിക്കാമായിരുന്നു. ആ വഴിക്ക് നമുക്ക് ചരിത്രപരമായ അറിവുകൾ കൂടുതലൊന്നും ലഭിച്ചിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. ആദമിന്റെ ആദ്യ ദേശം സിലോണാണ്. അദ്ദേഹവും പത്നി ഹൗവയും കണ്ടുമുട്ടിയത് അറഫയിൽ വെച്ചാണ്. ഹൗവ മരണമടഞ്ഞിട്ട് മറവ് ചെയ്തത് ജിദ്ദയിലാണ്. അവിടെ അസാധാരണമായ വലുപ്പത്തിൽ നീണ്ടുകിടക്കുന്ന കബർ ഹൗവയുടേതാണ് എന്നിങ്ങനെ പല ഐതിഹ്യങ്ങളും ലോകത്ത് വിവിധ ജനവിഭാഗങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അവയ്ക്കൊന്നും ഒരടിസ്ഥാനവുമില്ല. മനസ്സിലായോ? അപ്പം ഒന്നാം നബിയായ ആദം നബി ഒരു കെട്ടുകഥയാണെന്ന് CN അഹമ്മദ് പോലെ പറഞ്ഞിരിക്കുന്നെങ്കിൽ താഴോട്ടുള്ള നബിമാരുടെ കാര്യം തന്നെ പറയണം. എങ്കിലും അദ്ദേഹം 1-2 നബിമാരുടെ കാര്യം കൂടെ അദ്ദേഹം പറയുന്നു. ഈ വസ്തുത ക്രൈസ്തവരായ നമ്മുടെ മനസ്സിലിരിക്കണം. ഈ വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാനിവിടെ വായിച്ചത് പരിശുദ്ധ ഖുർആൻ വോള്യം 1 പേജ് 71 ഞാൻ വായിച്ചത്. ഇനിയും അദ്ദേഹം പറയുന്നത് കാരണം ഇദ്രീസ് നബി എന്ന് പറയുന്ന ഒരു കെട്ടുകഥയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പരിശുദ്ധ ഖുർആൻ വോള്യം 1 പേജ് 72 CN അഹമ്മദ് മൗലവി പറയുന്നത്. ഇദ്രീസ് നബി, ഇദ്ദേഹത്തെ കുറിച്ച് ഖുർആനിൽ കാര്യമായി ഒന്നും വിവരിച്ചിട്ടില്ല. ചരിത്രകാരന്മാർക്ക് ചരിത്രം മുഖേന പറയത്തക്ക പിടുത്തം കിട്ടിയിട്ടുമില്ല. അദ്ദേഹം ഈജിപ്തുകാരനായിരുന്നു, ഗ്രീക്കുകാരനായിരുന്നു, ബാബിലോണിയക്കാരനായിരുന്നു എന്നിങ്ങനെ പലർക്കും പല അഭിപ്രായങ്ങളാണുള്ളത്. ഇദ്ദേഹത്തിന്റെ കാലത്തെക്കുറിച്ചും ആർക്കും സൂക്ഷ്മജ്ഞാനമില്ല. വെടിക്കെട്ട് കോമഡി. ഇനി അടുത്തത് കേട്ടോണം, ഇല്യാസ് നബി. ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു തരണം. ഇല്യാസ് നബി, ഇത് അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഖുർആൻ വോള്യം 1 പേജ് 92 അദ്ദേഹം പറയുന്നത് ഇല്യാസ് നബിയെ കുറിച്ച്. ഇല്യാസ് നബി, ഇദ്ദേഹം ഹാറൂൻ നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. സിറിയയിലെ ബലബൈക്ക് പട്ടണത്തിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ജനതയും ബിംബാരാധകരായിരുന്നു. ഖുറാനിൽ നിന്ന് ഇദ്ദേഹത്തെ കുറിച്ച് അധികം ഒന്നും ഗ്രഹിക്കാൻ കഴിയുകയില്ല. പിന്നീടുള്ളത് ഐതിഹ്യങ്ങളാണ്. അവയെ കൊണ്ട് എന്ത് പ്രയോജനം? അപ്പൊ ഈ 3 നബിമാരെ കുറിച്ച് അവർ ഐതിഹ്യങ്ങളോ കെട്ടുകഥകളോ ആണെന്നും അവർക്ക് ചരിത്രപരതയില്ലെന്നും ഖുറാൻ ആദ്യമായിട്ട് സമ്പൂർണ്ണമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത CN അഹമ്മദ് മൗലവി എന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു. ഇനി കേട്ടണേ, ഇബ്രാഹിം നബിയെ കുറിച്ച് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബൂ അല്ലാം മൗദൂദി സാഹിബ് ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നൂടെ കേട്ടതിന് ശേഷം നമുക്ക് ഇബ്രാഹിം നബിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ബലിയെ കുറിച്ച് ചിന്തിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ തഫ്ഹീമുൽ ഖുർആൻ വോള്യം 1 പേജ് 466 അബു അല്ല മൗദൂദി ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് കോഴിക്കോട്, അവരാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അവിടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, പേജ് 466 പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെ ചിലർ ഹസ്രത്ത് ഇബ്രാഹിമിന്റെ ജന്മത്തെയും വളർച്ചയെയും പറ്റി ഒരു കെട്ടുകഥ തന്നെ ചമച്ചുണ്ടാക്കി.
അങ്ങനെയല്ലാതെ പരിഹാരം കാണാൻ സാധ്യമല്ലാത്ത ഒരു സംശയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇത് ഇസ്ലാമിക പണ്ഡിതന്മാരെ കുറിച്ച് മൗദൂദി പറയുന്നതാണ്. അവര് കെട്ടുകഥയാണെന്ന് പറഞ്ഞത് ഈ CN അഹമ്മദ് മൗലിയെ പോലുള്ളവർ പറഞ്ഞതാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി കേട്ടോണം, ഇബ്രാഹിമിന്റെ ജനനവും വളർച്ചയും ഒരു ഗുഹയിൽ വെച്ചാണത്രേ ഉണ്ടായത്. പ്രായപൂർത്തി എത്തുന്നത് വരെ സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങൾ ദർശിക്കാൻ തന്മൂലം അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ലത്രേ. ഇത്തരത്തിലുള്ള ഒരു കെട്ടുകഥയാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നതെന്നാണ് മൗദൂദി സാഹിബ് പറഞ്ഞത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇസ്ലാം മതത്തിലെ 4 നബിമാരെ കുറിച്ച് പ്രസിദ്ധരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ നടത്തുന്ന വസ്തുതാപരമായ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ആദം നബിയും ഇദ്രീസ് നബിയും ഇല്യാസ് നബിയും ഇബ്രാഹിം നബിയും ഒക്കെ കേവലം കെട്ടുകഥകളോ ഐതിഹ്യങ്ങളോ മാത്രമാണെന്ന് ഇവർ തന്നെ ആധികാരികമായി പറയുമ്പോൾ ഇസ്ലാമിലെ നബിമാരെ വിശുദ്ധ ബൈബിളുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാനായിട്ട് കഴിയും? മനസ്സിലാകുന്നുണ്ടോ? ബൈബിളിലെ ചരിത്ര പുരുഷന്മാരും ഇസ്ലാമിലെ കെട്ടുകഥാപാത്രങ്ങളുമായിട്ട് എന്ത് ബന്ധം? വാസ്തവത്തിൽ ഇനിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വാസ്തവത്തിൽ ആരാണ് ഇബ്രാഹിം നബി? ഇബ്രാഹിം നബിയെ പറ്റി അന്വേഷണം നടത്തിയാൽ, നമ്മളൊരു അന്വേഷണം നടത്തിയാൽ ചെന്നെത്തുന്നത് മക്കയിലെ കാബ ക്ഷേത്രത്തിലായിരിക്കും. ബഹുദൈവ ആരാധനയുടെ വിളനിരമായ അല്ലെങ്കിൽ കേന്ദ്രമായ മക്കയിലെ കാബ ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിച്ചിരുന്ന ഒരു പ്രതിമയാണ് ഇബ്രാഹിം നബി. ഇത് ഞാൻ പറയുന്നതല്ല, സാക്ഷാൽ ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദ് പറയുന്നതാണ്. ഞാൻ എന്തുകൂടെ പറയുന്നു, നമ്മള് അബ്രഹാമിനെ കുറിച്ച് ചിന്തിച്ചാൽ പരിശോധിച്ചാൽ ചെന്നെത്തുന്നത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 11:26 മുതൽ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം വരെ വായിച്ചാൽ അദ്ദേഹത്തിന്റെ കൃത്യമായ ചരിത്രം പറയുന്നുണ്ട്. ഇതുകൂടാതെ സ്തേഫാനോസിന്റെ പ്രഭാഷണം അദ്ദേഹം ചുരുക്കമായി പറയുന്നുണ്ട്. ഇതുകൂടാതെ 74 പ്രാവശ്യം പുതിയ നിയമത്തിലുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ കുറിച്ച് കണ്ടെത്താനായിട്ട് കഴിയത്തില്ല. ഇബ്രാഹിം നബിയെ കുറിച്ചും അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ ചെന്നെത്തുന്നത് മക്കയിലെ കാബ ക്ഷേത്രത്തിലാണ്. ബഹുദൈവ ആരാധനയുടെ കേന്ദ്രമായ മക്കയിലെ കാബ ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിച്ചിരുന്ന ഒരു പ്രതിമയാണ് ഇബ്രാഹിം നബി എന്ന് പറയുന്നത്. അതായത് പ്രാചീന കാലം മുതൽ ബഹുദൈവ ആരാധകരായ അറബികൾ ആരാധിച്ചു കൊണ്ടിരുന്ന അവരുടെ ക്ഷേത്രത്തിലെ ഒരു ബിംബം, ഒരു പ്രതിമ, അതാണ് ഇബ്രാഹിം നബി. പ്രസ്തുത യാഥാർത്ഥ്യം ഇസ്ലാമിന്റെ മതഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് തെളിയിക്കുവാനായിട്ട് കഴിയും. ഞാൻ അതിന് ഒന്നാമത്തെ പോയിന്റ് പറയുകയാണ്. ഇബ്രാഹിം എന്നത് കാബ ക്ഷേത്രത്തിലെ ഒരു പ്രതിമയാകുന്നു. അത് സഹീഹായ ഹദീസ്, ബുഖാരി ഹദീസ്, സഹീഉൽ ബുഖാരി ഹദീസ് നമ്പർ 784, CN അഹമ്മദ് മൗലവി, അൽ ഹുദ ബുക്ക് സ്റ്റാൾ, കോഴിക്കോട്, അവരാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പം ആ ഹദീസിൽ പറയുന്നത് ഇങ്ങനെ, ബുഖാരി 784-ാമത്തെ ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇബ്നു അബ്ബാസ് പറയുന്നു, തിരുമേനി മക്ക വിജയവേളയിൽ കാബത്തിനടുത്ത് ചെന്നിട്ട് ഉള്ളിൽ കടക്കാൻ വിസമ്മതിച്ചു. അതിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. തിരുമേനിയുടെ കൽപ്പന അനുസരിച്ച് അനുചരന്മാർ അവയെല്ലാം പുറത്തേക്കെറിഞ്ഞു. അക്കൂട്ടത്തിൽ ഇബ്രാഹിമിന്റെയും ഇസ്മയേലിന്റെയും പ്രതിമകളും പുറത്തേക്കെടുത്തു. പ്രതിമകളുടെ കൈകളിൽ പ്രശ്നം വയ്ക്കുവാൻ ഉപയോഗിക്കുന്ന അമ്പുകൾ ഉണ്ടായിരുന്നു. തിരുമേനി അരുളി, അള്ളാഹു അവരെ ശപിക്കട്ടെ, അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ. അള്ളാഹുവാണ് ആ പ്രവാചകന്മാർ രണ്ടുപേരും ഒരിക്കലും അമ്പുകൾ കൊണ്ട് പ്രശ്നം വെച്ചിട്ടില്ലെന്ന് ബഹുദൈവ വിശ്വാസികൾക്കറിയാം. അനന്തരം തിരുമേനി കാബയുടെ ഉള്ളിൽ കടന്ന് അവിടെ വെച്ച് അള്ളാഹുവിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചു. അതിനകത്ത് വെച്ച് നമസ്കരിച്ചില്ല. മനസ്സിലായോ? അതായത് കാബ ക്ഷേത്രത്തിനകത്തിരുന്ന ഇബ്രാഹിം നബിയുടെ വിഗ്രഹത്തെ മുഹമ്മദ് എടുത്ത് പുതിയ രൂപവും ഭാവവും നൽകി ഇസ്ലാമികവൽക്കരിച്ച് ഒരു നബിയാക്കുകയായിരുന്നു. ഈ വസ്തുത മതഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും കണ്ടെത്താവുന്നതാണ്. നിങ്ങൾ പരിശോധിക്കൂ, സൂറ 26-69 നമ്മളിങ്ങനെ വായിക്കുന്നു, ഇബ്രാഹിമിന്റെ കഥ അവർ കോതി കേൾപ്പിക്കാൻ. ഇങ്ങനൊരു പ്രയോഗം ഒരു ആധികാരിക ഗ്രന്ഥത്തിൽ ഇങ്ങനൊരു പ്രയോഗം കാണിക്കാൻ നോക്കുവോ? എന്തൊരു വെട്ടിത്തര പറയുന്നത്? ഇബ്രാഹിമിന്റെ കഥ അവർക്ക് നീ ഓതിക്കേൽപ്പിക്കാൻ. അപ്പൊ ഖുറാൻ തന്നെ പറയുന്ന ഇബ്രാഹിം എന്ന് പറയുന്നത് ഒരു കഥയാകുന്നു, അതൊരു മിത്താകുന്നു, അതൊരു ഐതിഹ്യമാകുന്നു. ഒരു ശ്രദ്ധിക്കണമേ, ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന ചരിത്രം ഇല്ലാതിരിക്കുകയും അപ്പോൾ തന്നെ ആ വ്യക്തിയുടേതെന്ന് പറയുന്ന ഒരു പ്രതിമ പ്രാചീന കാലത്തെ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്താൽ പിന്നീട് ആ പ്രതിമയെ ചുറ്റിപ്പറ്റിയല്ലേ എന്തെങ്കിലും രചിക്കാൻ കഴിയും? അത്രയല്ലേ ഉള്ളൂ. അതായത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു, ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന ചരിത്രം ഇല്ല, സംഗതി ചരിത്രമേ ഇല്ല, ഇല്ലാതിരിക്കുക അപ്പോൾ തന്നെ ആ വ്യക്തിയുടേതെന്ന് പറയുന്ന ഒരു പ്രതിമ അത്
പ്രാചീന കാലത്തെ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്താൽ പിന്നീട് ആ പ്രതിമയെ ചുറ്റിപ്പറ്റിയല്ലേ എന്തെങ്കിലും രചിക്കാൻ കഴിയും. അത് തന്നെയാണ് കാബ ക്ഷേത്രത്തിലെ ഇബ്രാഹിം നബി എന്ന പ്രതിമയിൽ നിന്ന് മുഹമ്മദ് രചിച്ചിട്ടുള്ളത്. ഇനി തിരിച്ചു വാദമുള്ളവരോട് ഞാൻ ചോദിക്കുന്നു, അങ്ങനെയല്ല, ഇബ്രാഹിം നബി ഒരു ചരിത്ര പുരുഷനാണ് എന്ന് വാദിക്കുന്നവരുണ്ടെങ്കിൽ അവർ മറുപടി പറയേണ്ടതായ ചില വസ്തുതകളുണ്ട്. ഒന്ന്, ഇബ്രാഹിം നബി എവിടെയാണ് ജനിച്ചത് പറയണം. രണ്ട്, അദ്ദേഹം എവിടെയാണ് ജീവിച്ചതെന്ന് പറയണം. മൂന്ന്, ഏത് കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചതെന്ന് പറയണം. നാല്, ഇബ്രാഹിം നബി പ്രബോധനം നൽകിയത് ഏത് സ്ഥലത്തെന്ന് പറയണം. അഞ്ച്, ഇബ്രാഹിം നബി മരിച്ചതും അദ്ദേഹത്തെ അടക്കിയത് ഏത് സ്ഥലത്തെന്ന് പറയണം. ഇവയ്ക്കെല്ലാം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് കൃത്യമായ തെളിവുകൾ നൽകുന്നുവെങ്കിൽ മാത്രമേ ഇബ്രാഹിം നബി ഒരു ചരിത്ര പുരുഷനാകൂ. അതിന് കഴിയുന്നില്ലെങ്കിൽ പ്രസ്തുത ഹദീസ് പ്രകാരം ഇബ്രാഹിം നബി അറബികളുടെ കാബ ക്ഷേത്രത്തിലെ ഒരു പ്രതിമ മാത്രമേ ആകൂ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ ഈ പറഞ്ഞതായ ചോദ്യങ്ങളുടെ ഉത്തരം ഇസ്ലാമിക മതഗ്രന്ഥത്തിൽ തരണം. ഇസ്ലാമിക മതഗ്രന്ഥത്തിൽ തരണം. ബൈബിളിലേക്ക് പ്രവേശിക്കരുത്. ബൈബിളിലേക്ക് കടക്കാതെ ഇവയ്ക്കെല്ലാം കൃത്യമായ മറുപടിയും തെളിവുകൾ കൃത്യമായി നൽകുന്നു എങ്കിൽ മാത്രമേ ഇബ്രാഹിം നബി ഒരു ചരിത്ര പുരുഷനാകൂ. അതിന് കഴിയുന്നില്ലെങ്കിൽ പ്രസ്തുത ഹദീസ് പ്രകാരം അറബികളുടെ കാബ ക്ഷേത്രത്തിലെ ഒരു വിഗ്രഹമായിരിക്കും ഇബ്രാഹിം നബി എന്നതിനകത്ത് രണ്ട് പക്ഷമില്ല. ഞാന് ഇനി ധാരാളം കാര്യങ്ങൾ, അതായത് ഈ മുഹമ്മദ് ഇബ്രാഹിം നബിയെ എടുത്ത് ഒരു പ്രവാചകനാക്കുന്നതായ ഒരു 10-11 പോയിന്റുകളുണ്ട്. ഞാനത് പറഞ്ഞാൽ ഇവിടെ സമയം ദീർഘിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അത് ഞാൻ ഒതുക്കി നിർത്തിയതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തിന്റെ ബലിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കാരണം ഞാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇത്തരത്തിലുള്ളതായ ഈ ഗവേഷണ പഠനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പുസ്തകം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തെല്ലാം വരുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം. അപ്പം ഞാൻ അതുകൊണ്ട് 9 പോയിന്റ്, അതായത് ഈ പ്രതിമയായ ഇബ്രാഹിമിനെ മുഹമ്മദ് എടുത്ത് കേവലം കെട്ടുകഥ പോലെ എഴുതി വെച്ചിരിക്കുന്ന കെട്ടുകഥ വായിച്ചാൽ കെട്ടുകഥയേക്കാൾ കെട്ടുകഥയെന്ന് തോന്നുന്നതായ 10 പോയിന്റ്, 12 പോയിന്റ്. ആ 12 പോയിന്റിനകത്ത് ഞാൻ ഒരെണ്ണേ പറഞ്ഞുള്ളൂ. ഇനി 12ാമത്തെ ഇപ്പൊ പറയാൻ പോകുന്നത് 10 ഞാൻ പറഞ്ഞിട്ടില്ല. അത് ആ സമയം വളരെ ദൈർഘ്യമായിട്ട് എടുക്കും എന്നതുകൊണ്ട് ഞാൻ അതിവിടെ വിടുകയാണ്. വിട്ടതിന് ശേഷം ഈ കെട്ടുകഥാപാത്രമെങ്കിൽ പോലും ഈ കെട്ടുകഥാപാത്രമായ ഇബ്രാഹിം നബി അർപ്പിക്കാൻ കൊണ്ടുപോയതായ ഇസ്മായിൽ നബിയെ കുറിച്ചുള്ളതായ ചിന്തയിലേക്കാണ് ഇനി നമ്മൾ വരേണ്ടത്. അതായത് ഈ കഴിഞ്ഞ ദിവസം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ബക്രീദ് അനുസ്മരിച്ച് ഇന്ത്യൻ ബക്രീദ് എന്ന് പറയുന്നു. എന്താണ്? ഇബ്രാഹിം നബി മകനായ ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയതിന്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇബ്രാഹിം നബി ഒരു ചരിത്ര പുരുഷൻ അല്ലാത്തത് കൊണ്ട് അദ്ദേഹം ബലിയർപ്പിക്കാൻ കൊണ്ടുപോയത് ആരെയാണ് എന്നതിനെ പറ്റി അന്വേഷണം നടത്തേണ്ട ആവശ്യമേ നമുക്കില്ല. കാരണം അദ്ദേഹം ഒരു ചരിത്ര പുരുഷനേ അല്ല എന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുക. എങ്കിലും മതവിശ്വാസികൾ വലിയ പ്രാധാന്യം നൽകുന്ന പ്രസ്തുത ബലിയെ സംബന്ധിച്ച് ചില വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുക എന്നതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കണം, ഇബ്രാഹിം നബി തന്റെ മകൻ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ബലിയിറക്കുവാൻ ശ്രമിച്ചു എന്നാണ് മതവിശ്വാസം. ഈ വസ്തുത കൃത്യമായിട്ട് ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ട് എവിടെയാണെന്നറിയുമോ? ഖുറാൻ 37-ന്റെ 101 മുതൽ 108 വരെയുള്ള വാക്യമാണ്. അത് ഞാനിവിടെ വായിക്കാം. അവിടെയാണ് ഇബ്രാഹിം നബി ഇസ്മായിലിനെ, അല്ലെങ്കിൽ ഇസ്മായിൽ എന്ന് ഇവർ ആരോപിക്കുന്നതാണ്, തന്റെ പുത്രനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി എന്ന് പറയുന്നതായ ഭാഗമാണ് ഖുറാൻ 37-ാം അധ്യായത്തിന്റെ 101 മുതൽ 108 വരെയുള്ളത് ആയത്തുകൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ വായിക്കുന്നത് KV മുഹമ്മദ് മുസ്ലിയാരുടെ ഖുറാന്റെ പരിഭാഷയാണ്. ആധുനിക പരിഭാഷയ്ക്കകത്ത് അല്പം കൃത്രിമം അവർ ചേർത്തിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ട് പഴയകാല പരിഭാഷകരുടെ പരിഭാഷയാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. അപ്പോൾ സഹനശീലനായ ഒരു ആൺകുട്ടിയെ കുറിച്ച് അദ്ദേഹത്തിന് നാം സന്തോഷ വാർത്ത അറിയിച്ചു. അങ്ങനെ ആ കുട്ടിക്ക് തന്നോടൊന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള പ്രായം എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രിയ മകനെ, നിന്നെ ഞാൻ അറക്കുന്നതായി സ്വപ്നം കാണുന്നു. ഇത് വർത്തമാന ക്രിയയിൽ പറയുന്നതാണ്, സംഭവിക്കുകയാണ് പറഞ്ഞ മനസ്സിലായി. അതായത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സ്വപ്നത്തിൽ, മനസ്സിലായി. എന്നാൽ മറ്റു പരിഭാഷകൾ പറയുന്നത് ഭാവിയിൽ നടക്കുന്നതായ കാര്യമാണ് അറക്കുക എന്ന് പറയുന്നത്, മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഇവിടെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നതാണ്, എന്റെ പ്രിയ മകനെ, നിന്നെ ഞാൻ അറക്കുന്നതായി സ്വപ്നം കാണുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താണ്? ചെറുക്കനോട് ചോദിക്കുക. എങ്ങനെയുണ്ട്? ചിന്തിച്ചു നോക്കൂ. കുട്ടി പറഞ്ഞു, എന്റെ പ്രിയ പിതാവേ, അവിടുത്തോട് കൽപ്പിക്കപ്പെടുന്നത് ചെയ്തുകൊള്ളുക. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ക്ഷമ കാട്ടുന്നവരിൽ പെട്ടവനായി അങ്ങ് കണ്ടെത്തിക്കുന്നതാണ്. അങ്ങനെ രണ്ടുപേരും കൽപ്പനയ്ക്ക് കീഴടങ്ങുകയും അദ്ദേഹം കുട്ടിയെ ഒരു ചെന്നിപ്പുറത്തേക്ക് ചെരിച്ചു കിടത്തുകയും ചെയ്തപ്പോൾ നാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഹേ ഇബ്രാഹിം, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. നിശ്ചയമായും
ഇപ്രകാരം സുഹൃതന്മാർക്ക് നാം പ്രതിഫലം കൊടുക്കും. തീർച്ചയായും ഇത് സ്പഷ്ടമായ ഒരു പരീക്ഷണം തന്നെയാണ്. മഹത്തായ ബലിമൃഗത്തെ കൊണ്ട് അവന് പകരം നാം പ്രായശ്ചിത്തം കൊടുക്കുകയും പിൻതലമുറകൾ അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രശംസ നാം നിലനിർത്തുകയും ചെയ്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് പുത്രനെ ബലിയർപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനിയും ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് പുത്രനെയാണ് ബലിയർപ്പിച്ചത്, അതായത് പുത്രനെ ബലി നൽകിയത് ആർക്കാണ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പുത്രനെ ബലി നൽകിയത് ആർക്കാണ്? പുത്രനെ ബലി നൽകിയത്, രണ്ടാമത് ചിന്തിക്കുക, പുത്രൻ ഏതാണെന്ന് നമ്മൾക്ക് രണ്ടാമത് ചിന്തിക്കാം. പുത്രനെ ബലി നൽകിയത് ആർക്കാണെന്നറിയാമോ? ഈ പുത്രനെ ബലി നൽകിയത് കാബ ക്ഷേത്രത്തിലിരിക്കുന്ന ബഹുദൈവങ്ങൾക്കാണെന്നാണ് കൃത്യമായ വിവരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതായത് ഈ പുത്രനെ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോയത് ആർക്ക് വേണ്ടിയാണ്? ഈ കാബ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾക്ക്, ബിംബങ്ങൾക്ക്, ആ ക്ഷേത്രത്തിന് വേണ്ടിയാണ് ബലി അർപ്പിച്ചതെന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം പരിശോധിച്ചാൽ കണ്ടെത്താനായിട്ട് കഴിയും. അതിന് തെളിവെന്ന് പറയുന്നത്, ഈ കാബയിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ നരബലിയും നടന്നിരുന്നു. തെളിവ് തരാം. കാബ ക്ഷേത്രത്തിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അസാബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നൈലത്ത് എന്ന് പറയുന്ന ഒരു യുവതിയെ വലിച്ചിഴച്ച് കാബ ക്ഷേത്രത്തിനകത്ത് നിന്ന് വേഴ്ചയിൽ ഏർപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ആ ദുഷ്കർമ്മം ചെയ്ത നിമിത്തം അവർ രണ്ടുപേരും കരിങ്കല്ലായി പോവുകയും ആ കല്ലുകളെ രണ്ടിനെ എടുത്ത് സംസം കിണറിനടുത്തുകൊണ്ടിട്ടതായ ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അസാൻമാർഗീയതയുടെ കൂത്തരങ്ങായിരുന്നു ഈ ക്ഷേത്രം. അപ്പോൾ തന്നെ നരബലിയും അവിടെ നടന്നിരുന്നു. അതിന് തെളിവ് ഞാൻ വായിക്കാനായിട്ട് പോവുകയാണ്. അതായത് തഫ്സീറുൽ കബീർ വോള്യം 4 പേജ് 664 ഇമാം ഫഖ്റുദ്ദീൻ അൽ റാസി അദ്ദേഹത്തിന്റെ തഫ്സീർ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താണ് അവിടെ ഇത് നടന്നിരുന്നു? ഞാനത് വായിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് മണ്ണിൽ മൂടപ്പെട്ടു പോയ സംസം കുഴിക്കുമ്പോൾ അത് എളുപ്പമാക്കുന്ന പക്ഷം, മനസ്സിലാകുന്നുണ്ടോ? അള്ളാഹു എനിക്ക് അത് എളുപ്പമാക്കുന്ന പക്ഷം ഒരു മകനെ ബലി നൽകുമെന്ന് നേർച്ചയാക്കിയിരുന്നു. എന്നാൽ അബ്ദുള്ള എന്ന പുത്രനെ അറുക്കണമെന്ന് നറുക്ക് വീണപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മാവന്മാർ അദ്ദേഹത്തെ അതിൽ നിന്ന് തടയുകയും 100 ഒട്ടകങ്ങളെ ബലി നൽകി പുത്രനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു. മനസ്സിലായോ? അതായത് അബ്ദുൽ മുത്തലിഫ് എന്ന് പറയുന്ന മുഹമ്മദിന്റെ പിതാമഹനായ അബ്ദുൽ മുത്തലിഫ് സംസം കിണർ കുഴിക്കുമ്പോൾ തനിക്കിത് എളുപ്പമാക്കുന്ന പക്ഷം, വെള്ളം കാണുന്ന പക്ഷം ഒരു മകനെ ബലി നൽകാവുന്ന എത്ര മക്കളുണ്ട്? 13 മക്കളുണ്ട്. ഹംസയുണ്ട്, അബ്ബാസ് ഉണ്ട്, അബു താലിബ് ഉണ്ട്, സുബൈർ ഉണ്ട്, പിന്നെ ലിറാർ ഉണ്ട്, ഹാരിസ് ഉണ്ട്, അബു ലഹബ്, കസമു, മുഖ്വം, ജഹല്, അബ്ദുൽ കഹബ, ഗൈദാഖ് എന്നീ 13 മക്കളാണ് ഉള്ളത്. ഇതിലൊന്നിനെ ഈ ക്ഷേത്രത്തിന് ബലി നൽകാന്ന് പറഞ്ഞിരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അബ്ദുൽ മുത്തലിഫ പറയുന്നത് മുഹമ്മദിന്റെ ബാപ്പയുടെ ബാപ്പ. അദ്ദേഹമാണ് പറയുന്നത്, ഈ മൂടപ്പെട്ട സംസം കുഴിക്കുമ്പോൾ അള്ളാഹു തനിക്ക് അത് എളുപ്പമാക്കുന്ന പക്ഷം ഒരു മകനെ ബലി നൽകുമെന്ന് നേർച്ചയാക്കിയിരിക്കുന്നു. നറുക്ക് വീണത് ആർക്കാണ്? അബ്ദുള്ളക്കാണ്. അതായത് മുഹമ്മദിന്റെ അപ്പനാണ് നറുക്ക് വീഴുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ അമ്മാവന്മാര് അദ്ദേഹത്തെ അതിൽ നിന്ന് തടയുകയും 100 ഒട്ടകങ്ങളെ കൊടുത്ത് ബലി കൊടുത്ത് പുത്രനെ മോചിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇമാം റാസിയുടെ തഫ്സീറിൽ പറയുന്നത്. എന്താ അതിന്റെ അർത്ഥമേ? അതായത് ഈ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവർ ചെയ്യുന്ന ഒരു ക്രിയയാണ്. എന്താണ്? 100 ഒട്ടകങ്ങൾ. ഈ 100 ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കണക്കാണ്. അതായത് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടാൽ അതിനെ കിട്ടിക്കഴിഞ്ഞാൽ നന്ദി സൂചകമായിട്ട് 100 ഒട്ടകങ്ങളെ ബലിയർത്ത് കൊടുക്കും, പിന്നെ ഭക്ഷണം കൊടുക്കും, പിന്നെ സ്വർണം കൊടുക്കും. അതൊന്നും. രണ്ടാമത് മക്കളെ നേർന്നു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനായിട്ടും വീണ്ടെടുക്കാനായിട്ടും അവരെന്ത് ചെയ്യും? 100 ഒട്ടകങ്ങളെ കൊടുക്കും. അതിന് തെളിവായിട്ട് ഞാൻ മുഹമ്മദിന്റെ ചെറുപ്രായത്തിൽ മുഹമ്മദിനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ 100 ഒട്ടകങ്ങളെ ഈ അബ്ദുൽ മുത്തലിഫ് തന്നെ, അതായത് ഇപ്പോൾ ഈ അബ്ദുള്ളയെ നറുക്ക് വീണപ്പോൾ, അതായത് ഒരു മകനെ ഈ ബലി കൊടുക്കാമെന്ന് പറഞ്ഞത് അബ്ദുൽ മുത്തലിഫ് തന്നെ ഈ നഷ്ടപ്പെട്ടു പോയ മുഹമ്മദിന് വേണ്ടി 100 ഒട്ടകങ്ങളെ കൊടുക്കുന്നതായ മറ്റൊരു ചരിത്രം കൂടെ ഞാൻ വായിക്കുക. അപ്പോഴാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം പേജ് 53, 54 എന്ന ഭാഗത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മുഹമ്മദിന്റെ ചെറുപ്രായത്തിൽ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു പോയപ്പോൾ കണ്ടുകിട്ടിയതിന്റെ നന്ദി സൂചകമായിട്ട് 100 ഒട്ടകങ്ങളെ കൊടുത്തു. മനസ്സിലായോ? അത് ഞാൻ വായിക്കുന്നു. മാതാവിന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുവാൻ ഹലീമാബി തിരുമേനിയെയും കൊണ്ട് മക്കത്തേക്ക് തിരിച്ചു പോകുമ്പോൾ വഴിയിൽ വെച്ചുണ്ടായ അത്ഭുത വസ്തുതകളെ അവർ ഇപ്രകാരം അവതരിപ്പിച്ചിരിക്കുന്നു. ഞാൻ വാഹനത്തിൽ നിന്ന് കുഞ്ഞിനെ ഇറക്കി തണലിലിരുത്തി മൂത്രവിസർജനത്തിനായി സൗകര്യം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ശബ്ദത്തോടുകൂടി ഒരു വെളുത്ത മേഘം എന്നെ പൊതിഞ്ഞു. ഞാൻ ഭയപ്പെട്ട് നിലവിളിച്ചു. കുഞ്ഞിനെ നോക്കിയപ്പോൾ അവിടെയൊന്നും കണ്ടില്ല.
പ്രാന്ത് പിടിപെട്ടവളെ പോലെ മുറവിളി കൂട്ടിക്കൊണ്ട് ഞാൻ നാലുപാട് ഓടി. ഒരാൾ എന്നോട് സംഗതികൾ അന്വേഷിച്ചു. ഹുബൽ എന്ന ബിംബത്തെ സമീപിച്ച് പ്രാർത്ഥിച്ചാൽ നിവർത്തി വരും എന്ന് അയാൾ ഉപദേശിച്ചു. ശ്രദ്ധിക്കണമേ, ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് ആദമിന് മുമ്പേ മുഹമ്മദിന്റെ പ്രകാശത്തെയാണ് സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ മുഹമ്മദിനെ കുറിച്ച് ബൈബിളിൽ പ്രവചിച്ചിരിക്കുന്നു. മുഹമ്മദിനെ കുറിച്ച് ലോകം മുഴുവനും അറിയാൻ സകലരുടെയും സൃഷ്ടി നടത്തുന്നത് മുഹമ്മദിന്റെ പ്രകാശത്തെ സാംശീകരിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇവിടെ കണ്ടോ എന്ത് സംഭവിച്ചു? മുഹമ്മദിനെ നഷ്ടപ്പെട്ടു പോയപ്പോഴത്തേന് ഹുബലിനോട് എന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഹുബലിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ നിവൃത്തി വരുമെന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. വ്യസനകുലിയായ ഞാൻ, അത് ഹമീലബി പറയുന്നതാണ്, ഞാൻ മക്കത്തി എന്ന് അബ്ദുൾ മുത്തലിബിനെ വിവരം അറിയിച്ചു. വ്യസനക്രാന്തരായ ഖുറൈശികൾ നാലുപാടും തേടി നടന്നു, കുഞ്ഞിനെയൊന്നും കണ്ടില്ല. എല്ലാവരും നിരാശരായി. അവസാനം അവർ കാബയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. കണ്ടോ, കാബയിൽ ചെന്ന് അള്ളാഹുവിനോടല്ല പ്രാർത്ഥിക്കുന്നത്, കാബയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ എന്തൊക്കെ ഇരിപ്പുണ്ട് അവിടെ? അവിടെ 360 വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്. ആഭാസത്തര നടക്കുന്നുണ്ട് അവിടെ. ഇതെല്ലാം തകർത്ത് മുഹമ്മദ് കളയത് ഹിജ്റാത്ത് 8-ാം വർഷത്തിലാണ്, മുഹമ്മദിന്റെ മരണത്തിന്റെ 3 വർഷത്തിന് മുമ്പ്. അപ്പൊ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇന്ന മലച്ചെരുവിൽ കാണുമെന്ന ഒരശരീരി ഉണ്ടായി. ഉടനെ ഖുറൈശികൾ കുതിരപ്പുറത്ത് കയറി ആ മലഞ്ചെരുവിലേക്ക് കുതിച്ചു. കുഞ്ഞിനെ അവിടെ കണ്ടെത്തി. സന്തോഷാധിക്യത്താൽ അബ്ദുൽ മുത്തലിബ് 100 ഒട്ടകങ്ങളെ അറുത്ത് ഭക്ഷണവും ധാരാളം സ്വർണവും ദാനം ചെയ്തു. എനിക്ക് അദ്ദേഹം കണക്കിലേറെ സമ്മാനം നൽകി. അതായത് മുഹമ്മദിന് 7ഓളം സ്ത്രീകൾ മുല കൊടുത്തിട്ടുണ്ട്. അതിലെ ഒരു മുല കൊടുത്ത് വളർത്തിയത് ഹമീല എന്ന് പറയുന്ന സ്ത്രീയുടെ സാക്ഷ്യത്തെയാണ് ഇവിടെ ചരിത്രകാരൻ ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? കുഞ്ഞിനെ കിട്ടിയതിന്റെ സന്തോഷ സൂചകമായിട്ട് 100 ഒട്ടകങ്ങളെ അറുത്ത് ഭക്ഷണവും മറ്റുമൊക്കെ കൊടുത്തു. ഇവിടെ ഇതാ ഇമാം റാസി പറയുന്നത് എന്താണ്? സംസം കുടിക്കുമ്പോൾ അത് പെട്ടെന്ന് നിവൃത്തീകരിച്ചാൽ വെള്ളം കിട്ടുകയാണെങ്കിൽ എന്റെ 13 മക്കളിൽ ഒരെണ്ണത്തിന് ബലി നൽകാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സംഭവിച്ചില്ല? നറുക്ക് വീണ ആർക്കാ? മുഹമ്മദിന്റെ ബാപ്പ അബ്ദുള്ളയ്ക്ക്. എന്തുകൊണ്ട് നടന്നില്ല? അമ്മാവന്മാർ ചാടി വീണു. അമ്മാവന്മാർ പറഞ്ഞു ഒരിക്കലും പാടില്ല, എങ്കിലും ഒരു കാര്യം ചെയ്യാം, വീണ്ടെടുപ്പ് വിലയായിട്ട് 100 ഒട്ടകങ്ങളെ, മനസ്സിലാകുന്നുണ്ടോ? 100 ഒട്ടകങ്ങളെ കൊടുത്താണ് എന്ത് ചെയ്യുന്നത്? ഈ അബ്ദുൽ മുത്തലിബിനെ വീണ്ടെടുക്കുന്നത്. അപ്പം ഈ ക്ഷേത്രത്തിൽ എന്ത് നടന്നിട്ടുണ്ട്? ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നരബലി നടന്നിട്ടുണ്ട്. അപ്പൊ ഈ നരബലിയോടുള്ള ബന്ധത്തിലാണ് ഈ ഇബ്രാഹിം നബി ബലിയർപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇവിടെ ഈ ഞാൻ വായിച്ച സൂറ 37-ാം അധ്യായത്തിന്റെ 101 മുതൽ 108 വരെയുള്ള ആയത്തുകളിൽ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ പറയുന്ന മുഹമ്മദ് ആർക്ക് ബലിയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ കാബ ക്ഷേത്രത്തിലെ ബഹുദൈവങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചു. കാരണം മുഹമ്മദ് മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന് മുമ്പ്, നുബുവത്തിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിൽ ആളുകൾ നേർച്ച നേർന്ന് ബലി നടത്തുമായിരുന്നുവെന്ന് കൃത്യമായി പറയുന്നു. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെയാണ് ഈ 2 സംഭവങ്ങൾ നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ളതായ ഒരു സംഭവം അവിടെ നടന്നിരുന്നത് കൊണ്ട് എന്താ സംഭവിച്ചത്? ബലിയർക്കുവാനായിട്ട് പോയത് ആർക്ക് വേണ്ടിയാണ്? ആ കാബ ക്ഷേത്രത്തിലെ ദൈവങ്ങൾക്ക് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുണ്ട്. മാത്രമല്ല ഈ ഇബ്രാഹിം നബി ഇസ്മയിൽ എന്ന് പറയുന്ന ഈ ചങ്ങാതിയെ കൊണ്ട് ബലിയർത്തത് മക്കയ്ക്കടുത്തുള്ള മിനായിൽ വെച്ചാണെന്ന് പറയുന്നു. അത് ഞാൻ താഴെ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. മക്കയ്ക്കടുത്തുള്ള മിനായിൽ വെച്ചാണ് ഇബ്രാഹിം നബി ആരെ? ഇസ്മയിലിനെ ബലിയർപ്പിച്ചെന്ന് പറയുമ്പോൾ അതും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെയാണ്. ഇനി ശ്രദ്ധിക്കണേ, മറ്റൊരു പ്രധാന സംഗതി, ഖുറാനിക ആയത്തുകളിൽ ബലി നൽകാൻ കൊണ്ടുപോയ മകന്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം താഴേക്ക് വരുമ്പോഴത്തേന് കാര്യത്തിന്റെ ചിത്രം കൃത്യമായി വെളിപ്പെടുവാൻ തക്കൊണ്ട് ഇടയാത്തിരും. അതായത് ഈ നമ്മൾ വായിച്ചത് ആയത്തുകളിൽ കൊണ്ടുപോയ മകന്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. കുഞ്ഞു മകൻ, ബാലൻ എന്നൊക്കെയാണ് മകനെ സംബോധന ചെയ്യുന്നത്. ബലി അറുക്കുവാനായിട്ട് കൊണ്ടുപോയ ഇബ്രാഹിം നബിയുടെ പുത്രൻ ആരായിരുന്നു? ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞൊരു കെട്ടുകഥയായതുകൊണ്ട് നമുക്കിതിന്റെ ബലി അർപ്പിക്കാൻ പോയ ആളിനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, കെട്ടുകഥയാന്ന് അവർ പറഞ്ഞു. എങ്കിലും ഇവർ ആചരിക്കുന്നത് കൊണ്ട് ആചാരത്തിന്റെ പൊള്ളത്തരത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് കണ്ടുപിടിക്കുന്നത് പറയുന്നത്. അപ്പൊ ഇബ്രാഹിം നബിയുടെ പുത്രൻ ആരായിരുന്നു? ഖുറാൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പറയുന്നത്. ബലിപുത്രനെ പറ്റി തികച്ചും വ്യത്യസ്തവും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞതായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മള് മസിൽ പിടിക്കേണ്ട ഇസ്മയിലിനെയാണ്, അല്ല ഇസ്ഹാക്കിനെയാണ് ഇബ്രാഹിം നബി ബലിയർപ്പിച്ചത് ദേവി ആരും പറയരുത്. കണ്ട അവര് പറയുന്നത് ഞാൻ വായിച്ചേൽപ്പിക്കാം. മനസ്സിലാകുന്നുണ്ട്? ആ വിഷയത്തിൽ നമ്മൾ ഇടപെടരുത്. അപ്പം ബലിപുത്രനെ പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ശ്രീ മുഹമ്മദ് അമാനി മൗലവിയുടെ വ്യാഖ്യാനം ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആൻ വിവരണം വോള്യം 7 പേജ് 4604. മുഹമ്മദ് അമാനി മൗലവി, കേരള നദ്വത്തുൽ മുജാഹിദീൻ, കോഴിക്കോട്.
അവിടെ രേഖപ്പെടുത്തിയത് എങ്ങനെയാണ്? ഇബ്രാഹിം ബലിയർപ്പിച്ച പുത്രന്റെ പേര് ഖുറാനിൽ വ്യക്തമായി പ്രസ്താവിച്ചിട്ടില്ല, ബലവത്തായ ഹദീസുകളിലും പറയപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു, 114 സൂറകളും 6236 ആയത്തുകളുമുള്ള ഖുറാനിൽ എങ്ങും തന്നെ ഈ ബലിയെ കുറിച്ച്, അതായത് ഏത് ആളാരാണെന്നുള്ളതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെന്താണ്, ഈ ആധികാരികമായ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇത്തരത്തിലുള്ള കഥ പേര് വ്യക്തമാക്കിയിട്ടില്ല, പുത്രന്റെ പേര് വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് ഇവര് പറയുന്നത്. പിന്നെ എന്തിനാണാവോ നിങ്ങൾ ഈ ബക്രീദ് ആചരിക്കുന്നത്? നിങ്ങൾ ഇബ്രാഹിം നബി, ഇസ്മായിൽ, ഇന്നലത്തെ ചാനലുകൾ കണ്ടില്ലേ, ഇന്നലത്തെ ന്യൂസ് കണ്ടില്ലേ, പത്രമാധ്യമങ്ങൾ കണ്ടില്ലേ? ഇസ്ലാമിന്റെ പുണ്യ പുരോഹിതനായ മഹത് വ്യക്തിയായ ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്മായിലിനെ യാഗമർപ്പിക്കാൻ കൊണ്ടുവന്നാണ് ആളുകളൊക്കെ നാട്ടുകാരെല്ലാം പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ പണ്ഡിതന്മാർ പറയുകയാണ് പുത്രന്റെ പേര് ഖുറാനിൽ എങ്ങുമില്ല, ബലവത്തായ ഹദീസുകളിലുമില്ല. ഇനി അടുത്ത കേട്ടണം, അബൂ മൗദൂദിന്റെ വ്യാഖ്യാനം കേട്ടണം. ഇവിടെ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം ഉയർന്നു വരുന്നു. അദ്ദേഹം പറയുന്നതാണ്, ഇബ്രാഹിം തന്റെ ഏത് പുത്രനെയാണ് ബലി നൽകാൻ ഒരുങ്ങിയത്? ബലി അർക്കപ്പെടുവാൻ സ്വയം സന്നദ്ധനായി മുന്നോട്ട് വന്നത് ഏത് പുത്രനായിരുന്നു? ആദ്യമായി ഈ ചോദ്യത്തിന് ബൈബിളിൽ നിന്നാണ് നമുക്ക് ഉത്തരം ലഭിക്കുന്നത്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഹനുമാൻ ലങ്കയിലേക്ക് ചാടിപോലെ ചാടുന്ന ചാട്ടം കണ്ടോ? നേരെ ബൈബിളിലേക്ക് ചാടുന്നത്. ഇവരുടെ ഒരു ഗതികേട് നോക്കി. അത് അങ്ങനെ ചാടി നിങ്ങൾ വരുന്നത് കൊണ്ട് ഞങ്ങൾ അതിനെ തടയും. വിശുദ്ധ ബൈബിളിലേക്ക് ഈ മിത്തുകളെ, ഈ കെട്ടുകഥകളെ, ഈ ഭാവനാ സങ്കല്പങ്ങളെ, ഈ ഐതിഹ്യങ്ങളെ ഞങ്ങൾ പ്രവേശിപ്പിക്കുകയിൽ അതിനെ ഞങ്ങൾ എതിർക്കും. അപ്പൊ ഇവിടെ മൗദൂദി പറയുകയാണ്, എന്താണ് പറയുന്നത്? അദ്ദേഹം പറയണം, ആദ്യമായി ഈ ചോദ്യത്തിന് ബൈബിളിൽ നിന്നാണ് നമുക്ക് ഉത്തരം ലഭിക്കുന്നത്. അതിതാണ് അദ്ദേഹം ഇവിടെ എഴുതിയിരിക്കും. ഞാൻ അതുപോലെ തന്നെ വായിക്കുകയാണ്. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാം എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്നരുൾ ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 22:1-2. ഇതെല്ലാം മൗദൂദിയുടെ തഫ്സീറിൽ ഞാൻ എടുത്ത് വായിക്കുക. ഇസ്ലാമിക കഥകളിലേക്ക് നോക്കിയാൽ, ഇനി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇസ്ലാമിക കഥകളിലേക്ക് നോക്കിയാൽ അതിൽ കടുത്ത ഭിന്നതകൾ കാണാം. ഒരു കൂട്ടം ഖുറാൻ വ്യാഖ്യാതാക്കളും സഹാബി വര്യന്മാരും താബി ഈ പണ്ഡിതന്മാരും ഉദ്ധരിച്ചത് ബലിപുത്രൻ ഇസഹാക്കായിരുന്നുവെന്നാണ്. കണ്ടോ, നമ്മള് ഇത് കേൾക്കുമ്പോഴത്തേന് അത് കോൾമയർ കൊള്ളൊന്നും വേണ്ട. ഈ കെട്ടുകഥയിലെ കാര്യം നമ്മൾ കേൾക്കുമ്പോഴത്തേന് കോൾമയർ കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ പണ്ഡിതന്മാർ പറയുകയാണ്, ബലി പുത്രൻ ആരാണ്? ഇസഹാക്കായിരുന്നു എന്ന് ഒരു വലിയ കൂട്ടം പറയുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെട്ടവർ താഴെ പറയുന്ന ഉൾപ്പെടുന്നു. കേട്ടോണം, ഇവരാരൊക്കെയാണെന്നറിയാം, സാധാരണക്കാരാളല്ല. ഉമർ, അലി, അബ്ദുല്ലാഹിബിൻ മസൂദ്, അബ്ബാസ്, ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഇബ്നു അബ്ബാസ്, അബു ഹുറൈറ, ഖതാദ, ഇക്രിമ, ഹസൻ ബസ്വരി, സയ്യിദ് ഇബ്നു ജുബൈർ, മുജാഹിദ്, ശൗബി, മസ്റൂഖ്, മഖ്ഫൂൽ, അത്വ, മുഖാദിൽ, സുദ്ദി, അക്ബൂൽ, അഖ്ബാർ, സൈനബ്നു അസ്ലം, സുഹരി എന്നിത്രയും പേര് പറയുന്നത് എന്തുവാന്നറിയോ? യാഗം കഴിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ഇസ്ഹാക്കിനെയാകുന്നു, ഇസ്മയിലിനെ അല്ല, ഇസ്ഹാക്കിനെയാണെന്നാണ് പറയുന്നത്. എഴുതി വെച്ചിരിക്കുന്നത് തഫ്ഹീമുൽ ഖുറാൻ വോള്യം 4 പേജ് 281 അബൂ മൗദൂദി, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്, കോഴിക്കോട്. കേട്ടോ, അപ്പൊ ഖുറാനിക വ്യാഖ്യാതാക്കളിൽ ഒരാൾ നമ്മൾ മുകളിൽ കണ്ട അമാനി നബി ബലിപുത്രന്റെ പേര് മതഗ്രന്ഥങ്ങളിൽ ഇല്ലെന്ന് പറയുമ്പോൾ, മറ്റൊരു വ്യാഖ്യാതാവ് ആദ്യം ബൈബിളിലേക്ക് പ്രവേശിച്ച് ബലിപുത്രൻ ഇസ്ഹാക്കാണെന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം നിരവധി പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് ബലിപുത്രൻ ബൈബിളിലെ ഇസ്ഹാക്ക് തന്നെയെന്ന് ഉറപ്പിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കേവലം കെട്ടുകഥാനായകനായ ഇബ്രാഹിം നബി ബൈബിളിലെ ചരിത്ര പുരുഷനായ അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയെന്നു? എന്തൊരു കഷ്ടം നോക്കണേ. പാവം മതവിശ്വാസികളുടെ ഓരോ വിശ്വാസങ്ങളെ ഇബ്രാഹിം തന്റെ മകനായ ഇസ്മയിലിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയതിന്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം മതവിശ്വാസികൾ, ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. ശ്രദ്ധിക്കണമേ. അതിനെക്കുറിച്ച് അമാനി മൗലവി അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആൻ വിവരണം വോള്യം 5 പേജ് 58 പറയുന്നത് ഇങ്ങനെയാണ്: ഈ മഹത്തായ ബലി സംഭവം നടന്നത് മക്കയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മിനായിൽ വെച്ച് ഒരു വലിയ പെരുന്നാൾ ദിവസമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, നമ്മുടെ അനിൽകുമാർ ബ്രദറൊക്കെ ഉണ്ടല്ലോ, ഈ ബലി കഴിഞ്ഞതിന് ശേഷമല്ലേ വലിയ പെരുന്നാൾ ആരംഭിച്ചത്. ഇവിടെ ആശാന്മാര് പറയുകയാണ്, മിനായിൽ വെച്ച്, മക്കയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മിനായിൽ വെച്ച് ഒരു വലിയ പെരുന്നാൾ ദിവസമായിരുന്നു. ഈ മഹത്തായ ത്യാഗത്തിന്റെ സ്മരണ നിലനിർത്തുവാനും സത്യവിശ്വാസികളുടെ ത്യാഗശീലം വളർത്തുവാനും വേണ്ടിയാണ് വലിയ പെരുന്നാൾ ദിവസം ഹാജിമാർ മിനായിലും അല്ലാത്തവർ നാട്ടിൽ വെച്ച് ബലികർമ്മം നടത്തുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ബലികർമ്മം, ഈ സംഭവം നടന്നത് മക്കയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന
മിനായിൽ വെച്ച് ഒരു വലിയ പെരുന്നാൾ ദിവസമായിരുന്നു. അതെന്ത് വലിയ പെരുന്നാള്? സാധാരണ രീതിയിൽ നമുക്ക് ഊഹിക്കാമല്ലോ, ബുദ്ധിയും യുക്തിയില്ലേ. ഈ നിങ്ങൾ പറയുന്ന ആ വിശ്വാസം തന്നെ എടുത്തുകൊള്ളുക. ഇബ്രാഹിം ഇസ്മയിലിനെ യാഗം കഴിച്ചു എന്നാണ് പറയാം. ആ യാഗം കഴിച്ചതിന് ശേഷമല്ലേ ഈ പെരുന്നാൾ സംജാതമാകുന്നു. അതിനുശേഷമല്ലേ ലോകമുള്ള ആളുകളെല്ലാരും ഈ കന്നുകാലികളൊക്കെ മൃഗത്തെയൊക്കെ കാബയിലേക്ക് അതിന്റെ കഴുത്ത് തിരിച്ചറക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇവിടെ പറയുകയാണ്, ഇബ്രാഹിം നബി ഈ പറഞ്ഞ പുത്രനെ യാഗം കഴിക്കാനായിട്ട് പോകുന്നത് വലിയ പെരുന്നാൾ ദിവസമാണ്. വൈരുദ്ധ്യങ്ങൾ കണ്ടോ? ഇനി അവിടെ നിൽക്കട്ടെ. ഇസ്ലാം മതഗ്രന്ഥങ്ങളിൽ ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ, വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അബ്രഹാമുമായിട്ട് ചേരുന്നതാണ്. വിശുദ്ധ ബൈബിളിൽ അബ്രഹാമിന്റെ ചരിത്രം വായിച്ചുള്ള ഏതെങ്കിലും ഒരു വിശ്വാസി പറയുമോ ഇബ്രാഹിമും അബ്രഹാമും ഒരാൾ തന്നെയെന്ന്? ഒരിക്കലും പറയത്തില്ല. രണ്ട് തന്നെ. മനസ്സിലാവും? ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആകയാൽ ഇസ്ലാം മത വിശ്വാസികൾ ഇബ്രാഹിമിനെ കുറിച്ച് പറയട്ടെ, ഇബ്രാഹിമിനെ കുറിച്ച് പറയൂ, നിങ്ങൾ പ്രസംഗിക്കൂ, നിങ്ങൾ യാഗം നടത്തൂ, നിങ്ങൾ ബലികർമ്മം ചെയ്യൂ, നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കൂ. പക്ഷേ ക്രൈസ്തവരായ വിശ്വാസികൾ അബ്രഹാമിനെ കുറിച്ച് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യണം. രണ്ടിനെയും കൂട്ടി ബന്ധിപ്പിക്കാൻ ശ്രമിക്കരുത്. രണ്ടും ഒന്നല്ല, രണ്ട് തന്നെ. ഒന്നും കൂടെ പറയുന്നു, കാബ ക്ഷേത്രത്തിൽ നിന്ന് മുഹമ്മദ് എടുത്ത് പുറത്തു കൊണ്ടുവന്ന് അതിന് പരിവേഷം നൽകി, ഭാവന നൽകി, ഒരു നബിയാക്കി. ആ നബിയെ ആയ ഇബ്രാഹിം നബി മകൻ ഇസ്മയിലിനെ യാഗം കഴിച്ചത് മിനായിൽ വെച്ചെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അപ്പോൾ തന്നെ നരബലി അവിടെ മുമ്പ് നടന്നിരുന്നു എന്ന് ചരിത്രന്മാർ കൃത്യമായി പറയുന്നു. അപ്പോൾ തന്നെ ഇബ്രാഹിം നബി ഈ ഇസ്മയിലിനെ മിനായിൽ വെച്ച് ബലി കഴിച്ചത് ആർക്കു വേണ്ടി? കാബ ക്ഷേത്രത്തിലെ ഹുബൽ ഉൾപ്പെട്ടതായ 360 ദേവീദേവന്മാർക്ക്. ഇത് ഞാൻ പറയുന്നില്ല, ഇമാം റാസി പറയുന്നതാണ്. എന്നാൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതരെ, വിശുദ്ധ ബൈബിളിലെ അബ്രഹാമിന്റെ ബലി അങ്ങനെയല്ല. അത് ഞാൻ എന്റെ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സ്വദേശം, അദ്ദേഹം യാത്ര ചെയ്ത സ്ഥലങ്ങൾ, അദ്ദേഹത്തോട് ദൈവം സംസാരിച്ച വിധങ്ങള്, അദ്ദേഹത്തിന് മകനെ ലഭിക്കുന്നത്, ആ മകനെ യാഗം കഴിപ്പിക്കാനായിട്ട് കൃത്യമായി പറയുന്നത്, ആ മകനെ യാഗം കഴിപ്പിക്കാൻ തിരിച്ചു കൊണ്ടുവരുന്നത്, വീണ്ടും അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ മരണം, 175-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ മരണം, അടക്കിയ സ്ഥലം, അടക്കാനായിട്ട് ചെന്ന മക്കൾ, ഇതെല്ലാം വളരെ കൃത്യമായി പറഞ്ഞിരിക്കെ. ഈ കെട്ടുകഥകൾ വിശ്വസിക്കുവാനായിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പറയുന്ന 1400 വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ കാലക്കണക്കില്ല. ഞാനതാണ് എന്റെ വിഷയാവതരണത്തിൽ പറഞ്ഞത്. ഇബ്രാഹിം നബിയുടെ കാലം എന്നാന്ന് ചോദിച്ചാൽ നേരെ ബൈബിളിലേക്ക് പാഞ്ഞു വരുന്നത്. ഇവരെല്ലാം ഞാൻ ഈ വായിച്ച തഫ്സീറുകളെല്ലാം തന്നെ നേരെ ബൈബിളിലേക്ക് കയറി വരിക. ഞാനതിവിടെ വായിച്ചില്ലെന്നേ ഉള്ളൂ. എന്തൊരു ഗതികേടെന്ന് ഓർത്തണമേ. ഈ കള്ളക്കഥകളെ, കെട്ടുകഥകളെ എടുത്താൽ അതിന് ചരിത്രപരത ഉണ്ടാക്കണമെങ്കിൽ വിശുദ്ധ ബൈബിളിലേക്ക് പ്രവേശിക്കണം. ഞാൻ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയുന്നു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ദിവസം ഇന്നും ഇന്നലെയായിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കന്നുകാലികളുടെ, പോത്ത്, എരുമ, പശു, കാള, ആട്, ഒട്ടകം, ഇതിന്റെ കഴുത്ത് കാബയിലേക്ക് പിടിച്ച് തിരിച്ചു നിർത്തിക്കൊണ്ട് കത്തികൊണ്ട് വിസ്മിയല്ല ഇതിനെ നിങ്ങൾ അറുത്ത് ഇതിന്റെ ചോര എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നത്? പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതിനെ കൊടുക്കണ്ട, നിങ്ങൾ ഇതിനെ അറക്കണ്ട. ഇത് മൂഢവിശ്വാസമാണ്. ഇതിനകത്ത് യാതൊരു ചരിത്രപരതയില്ല. ഇത് ആരെയാണ് ബലിയർപ്പിച്ചതുപോലെ നിങ്ങളുടെ ആളുകൾ പോലും പറയാതിരിക്കുമ്പോൾ ഞാനൊരു വസ്തുത പറയാം. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് അനന്തത വെടിഞ്ഞ് അവനിൽ അവതരിച്ച് അനശ്വരനായ യേശു ക്രിസ്തു ഒരു ബലി നൽകി. അവൻ സ്വയം ബലിയായി തീരുകയായിരുന്നു. അവൻ എവിടുന്ന് വന്നതാ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. യോഹന്നാൻ 6:51 യേശു പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. വീണ്ടും യേശു യോഹന്നാൻ 3:13 പറയുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് അതേ തന്റെ ജീവനെ ബലിയായി നൽകുവാനാണ്. തന്റെ ജീവനെ ബലിയായി നൽകി അതേ മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അനുസരണ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അതേ അവന്റെ വരവ് തന്നെ ബലിക്ക് വേണ്ടിയാണ്. 3.5 വർഷത്തെ ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവ് തീരാറായപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോടും തന്നോടൊപ്പം ഉണ്ടായിരുന്ന തന്റെ സ്നേഹിതന്മാരോട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു. യേശു പറയുകയാണ്, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കും. അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും ചെയ്യും. 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. എന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനുള്ളത് യേശു അവരോട് പറഞ്ഞു. കണ്ടോ, യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മുതൽ
തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ മുതൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമായി തീരും, എന്നാൽ ഞാൻ പുനരുത്ഥാനം ചെയ്യും. യോഹന്നാൻ 10 യേശു പറഞ്ഞു, എന്റെ ജീവനെ കൊടുക്കുവാനും അത് തിരികെ വാങ്ങുവാനും എനിക്ക് അധികാരമുണ്ട്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാർ പ്രവചിച്ചു. BC 750 പ്രവാചകൻ യെശയ്യാപ്രവചനം 53 വായിക്കുന്നു. നിങ്ങൾ വായിക്കൂ, അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഞങ്ങളുടെ അകൃത്യ നിമിത്തം അവൻ മുറിവേറ്റിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ അനന്തത വെടിഞ്ഞ് ഭൂമിയിലേക്ക് അവതരിച്ച യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി കുരിശിൽ മരിച്ചു. കുരിശിൽ മരിച്ചതോടുകൂടി തീർന്നില്ല. അവന്റെ മൃതശരീരം അരിമത്യയിലെ ജോസഫ് വാങ്ങി. അരിമത്യയിലെ ജോസഫ് എന്ന ധനവാൻ യേശു ക്രിസ്തുവിന്റെ മൃതശരീരം വാങ്ങി. യഹൂദന്മാരുടെ മുറപ്രകാരം മൃതശരീരം കഴുകി സുഗന്ധവർഗ കൂട്ടുകളിട്ട് അലങ്കൃതനാക്കി ചീലകൾ ചുറ്റി യേശുവിനെ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ മുകളിൽ ഒരു വലിയ കല്ലും കൊണ്ടുവച്ചു. എന്താ കാരണമേ? അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ഒരു യാഗം ആയിത്തീരുമെന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ എന്റെ ശരീരം ബലിയായി നൽകി ഞാൻ മനുഷ്യവർഗത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞ കർത്താവ്, അത് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ കർത്താവ് ഉയർക്കുമെന്നും പറഞ്ഞു. ആ ഉയർക്കാതിരിക്കാനായിട്ട് യഹൂദ മതപുരോഹിതന്മാരും അതേ ന്യായപ്രമാണത്തിലെ ശാസ്ത്രിമാരും പൗരപ്രമുഖന്മാരും ഗവർണർ പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പിലാത്തോസ്, ഈ നീചൻ ഇവൻ ജീവിച്ചിരുന്നപ്പോൾ പറയുണ്ടായി, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, അതുകൊണ്ട് ഉയർക്കാതിരിക്കുവാനുള്ളതായ സംവിധാനം ചെയ്യണം. പിലാത്തോസ് പറഞ്ഞു, ഞാൻ കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങളാരാവോളം പോയി കാവൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറയ്ക്ക് മുകളിൽ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കൂ, എന്തിനാണ് സുഹൃത്തുക്കളെ ഈ കന്നുകാലികളെ ഇറക്കുന്നത്? നോക്കൂ, യാഗമായി തീർന്നു ഉയർത്തെഴുന്നേൽക്കാനായിട്ട് പോവുകയാണ്. അതേ, ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും മരിച്ച് അടക്കപ്പെട്ട ഒരു കല്ലറയുടെ മുകളിൽ മൃതശരീരം അടക്കിയിരിക്കുന്ന കല്ലറയുടെ മുകളിൽ കാവൽ നിന്നിട്ടുണ്ടോ? ഉണ്ട്. അത് ആരുടെ കല്ലറയ്ക്ക് മുകളിൽ? അനശ്വരന യേശു ക്രിസ്തുവിന്റെ കല്ലറയുടെ മുകളിൽ. എന്താണ്? അവൻ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ, അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുൻ പ്രഖ്യാപിച്ചിരുന്നത് പോലെ കല്ലറയുടെ കവാടത്തിലിരുന്ന മഹാശിലാ പ്രതിബന്ധത്തെയും റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരത്തിന്റെ പ്രതീകമായ ഇമ്പീരിയൽ മുദ്രയെയും കരങ്ങളിൽ ആയുധവുമേന്തി കണ്ണുകളിൽ ജാഗ്രതയുമായി കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിൽക്കുന്ന സൈനിക വ്യൂഹത്തെയും മരണത്തിന്റെ കരുത്തേറിയ കരങ്ങളെയും പാപത്തിന്റെ ശമ്പളം മരണമത്ര ന്യായപ്രമാണ വിധിയെയും പ്രകൃതിയുടെ സകല നിയമങ്ങളെയും അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ട് താൻ ദൈവത്തിന്റെ ഏകജാതപുത്രനും യഹൂദ ജനതയുടെ ചിരകാല പ്രതീക്ഷയായ മശികയും സർവ്വജാതികളുടെ രക്ഷിതാവും സർവാധികാരമുള്ള കർത്താവും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് 3-ാം നാൾ സ്വശരീരമായി അവൻ കരുത്തോടെ ഉയർത്തെഴുന്നേറ്റു. ദൃക്സാക്ഷികൾ വിളിച്ചു പറയുന്നു, മത്തായി 28:6, അവൻ ഇവിടെ ഇല്ല, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ കിടന്ന സ്ഥലം കാണുവിൻ. സുവിശേഷന്മാർ 4 പേര് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി വിളിച്ചു പറയുന്നവൻ ഉയർത്തെഴുന്നേറ്റു, മർക്കോസ് പറയുന്നവൻ ഉയർത്തെഴുന്നേറ്റു, ലൂക്കോസ് പറയുന്നവൻ ഉയർത്തെഴുന്നേറ്റു, യോഹന്നാൻ പറയുന്നത് അവനെ ഉയർത്തെഴുന്നേറ്റു. പിന്നാലെ വരുന്ന പൗലോസ് പറയുന്നു, തിമോത്തിയോസ് പറയുന്നു, തീത്തോസ് പറയുന്നു, വിശുദ്ധന്മാർ പറയുന്നു, സഭ ഒന്നടങ്കം പറയുന്നു, യാഗമായി തീർന്നവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ബലിമരണത്തിലാണ് പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഇല്ലാത്ത കെട്ടുകഥയെ ചുമന്നുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പോകുന്നത്? നിങ്ങളുടെ പണ്ഡിതന്മാർ തന്നെ പറയുന്നു അങ്ങനെ ഒരു സംഭവം സാധ്യമല്ല. പണ്ഡിതന്മാർ ഭൂരിപക്ഷം ആളുകൾ പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 22-ലും അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചതുപോലെ ഇസഹാക്കിനെയാണ് നിങ്ങളുടെ മിത്തിലെ ഈ കഥാപാത്രമായി ഇബ്രാഹിം യാഗം കഴിച്ചത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇസ്മായേലെ യാഗം കഴിച്ചെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നത്? ദയവ് ചെയ്ത് കെട്ടുകഥ ഉപേക്ഷിക്കൂ, യഥാർത്ഥ ബലിമരണത്തിൽ വിശ്വസിക്കൂ. നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു, നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു യാഗമായി തീർന്നു. ബലിമരണം അവന്റെ നടന്നു കഴിഞ്ഞു. മാത്രമല്ല ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിൽ നിങ്ങളെ വിശ്വസിക്കുവാൻ, ആ ഉയർപ്പിൽ നിങ്ങൾ ആശ്രയിക്കുവാൻ, ക്രിസ്തുവിന്റെ ഉയർപ്പിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട്, യഥാർത്ഥ ബലിമരണത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെയോടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാവട്ടെ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.